Hi friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ഷോർട്സിന്റെ തംബ്നെയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിനെ നമുക്ക് ആദ്യം നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ശേഷം സെർച്ചിൽ നമുക്ക് യൂട്യൂബ് ഡാഷ്ബോർഡ് സെറ്റിംഗ്സ് എന്ന് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യാം. അതിൽ ആദ്യം കിടക്കുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. സൈൻ ഇൻ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് നേരെ പോകുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇൻ ബ്രൗസറിലേക്കാണ്. ബ്രൗസറിലെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കാണ് അത് പോകുന്നത്. അവിടെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത ഒരു കോർണർ കാണാം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത വീഡിയോയുടെ ഒരു കോർണറും കാണാം. അതിൻ്റെ തൊട്ട് താഴെയായി ഞാൻ സൂം ചെയ്ത് കാണിക്കാം. തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാം, ഈ ഒരു ഓപ്ഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കുറേ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കുറേ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഏത് വീഡിയോ ആണ് നമുക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യേണ്ടത്, ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് ഷോർട്സ് ആണ് എങ്കിൽ ഷോർട്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഷോർട്സിന് വേണ്ടിയാണ് തംബ്നെയിൽ ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സ് ക്ലിക്ക് ചെയ്യുകയാണ്. ഒരു ഷോർട്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ അപ്ലോഡ് തംബ്നെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ ആ വീഡിയോസിൽ നിന്ന് തന്നെ നമുക്ക് തംബ്നെയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഗാലറിയിലുള്ള തംബ്നെയിലാണ് അല്ല ഒരു ഇമേജാണ് നമുക്ക് തംബ്നെയിലായിട്ട് വേണമെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് തംബ്നെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പണായി കിട്ടുന്നതാണ്. ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് തംബ്നെയിലാണോ അതിൽ ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ശേഷം ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണ്ടി കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോർട്സിൽ ആ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ശേഷം മുകളിൽ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഒന്ന് റീലോഡ് ചെയ്യുക. നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ ആണ്. ശേഷം താഴെ ഓപ്ഷൻ കാണാം, യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ ഇറ്റ് മെയ്ഡ് ഫോർ കിഡ്സ്. അങ്ങനെ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നും കാണാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവിടെ സേവ് ബട്ടൺ എനേബിൾ ആയി കിട്ടുന്നുള്ളൂ. ഞാൻ യെസ് നോ കൊടുക്കുകയാണ്. നോ കൊടുത്ത ശേഷം മേളിലെ സേവ് ബട്ടൺ ഇപ്പോൾ എനേബിൾ ആയി കിട്ടിയിട്ടുണ്ട്. ആ സേവ് കൊടുക്കുക. സേവ് എടുത്തപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ഡാഷ്ബോർഡിലേക്ക് പോയി നോക്കാം. ബാക്ക് അടിക്കുക. അത് നമ്മുടെ ഷോർട്സിൽ ആ തംബ്നെയിൽ സെറ്റ് ആയിട്ടുണ്ട്, അപ്പം കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ ഇത് തംബ്നെയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.